എല്ലാരോടും താങ്ക് യു. വോട്ട് ചെയ്തവരോടും ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാരോടും ബിഗ് താങ്ക്സ്. കാരണം എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ്. ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പലരുടെയും കണ്ടന്റ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇത്രയും അവർക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റി. ഈ സാഹിത്യമായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ സിനിമകളുടെ റിവ്യൂ അതുപോലെ തന്നെ വിമർശനങ്ങൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ സ്പേസ് ഞാൻ റിയാലിറ്റി എന്നുള്ളത് ആദ്യം പറയുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ എന്ന് പറയുന്ന ആ സാധനം മാറിയിട്ട് അത് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി. ഈ സീക്രട്ട് ഏജൻറ്റ് റിയൽ ലൈഫിലും വന്നു തുടങ്ങി. സോ അതുകൊണ്ട് വന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് ഫാമിലി ഇഷ്യൂസ് ഒക്കെ കുറേ അധികം തീർത്തായിരുന്നില്ല, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഔട്ടാന് ശേഷം അച്ഛൻ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. സായി ഇവിടുന്ന് പോയപ്പോ സായിയുടെ ലുക്ക് തന്നെ വേറെയായിരുന്നു. ബിഗ് ബോസ് എത്തിയപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. ആ ലുക്കിനോട് എങ്ങനെയായിരുന്നു? അതൊരു മേക്ക് ഓവർ വേണമെന്നുള്ള